ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചുരിദാർ കട്ടിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ടോപ്പിനും ഫാൻറ്റിനൊക്കെ ലൈനിങ് വെച്ചിട്ടുള്ള ഒരു ചുരിദാർ കട്ടിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്ത് നമുക്ക് 7.5 മീറ്ററും ടൈപ്പ് ലൈനിങ് നമുക്ക് 5 മീറ്ററുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 46 ലെങ്ത്തിലുള്ള ഒരു ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പ് എങ്ങനെ ഇത്രയും ക്ലോത്തിൽ നിന്ന് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ വീതി വന്നിരിക്കുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 46 ആയതുകൊണ്ട് നമുക്ക് ലെങ്ത്ത് ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്തിൽ നമുക്ക് എടുക്കാം. ഈ ഒരു വീതി നമുക്ക് 44 വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഇതുപോലെ മടക്കി ലെങ്ത്തിൽ നമുക്ക് ഒരു ഭാഗത്ത് നിന്നും സൈഡ് മടക്കി നമ്മുടെ വീതിക്കനുസരിച്ച് മടക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ നീളമാണ് ഇതുപോലെ മടക്കുന്നത്. അപ്പോൾ നമുക്കൊരു 15 ഇഞ്ച് വിഡ്ത്ത് മതി. അപ്പോൾ ആ വിഡ്ത്തിൽ ഇതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ഭാഗം ഇതുപോലെ മടക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് 46 വേണ്ടത്. അപ്പോൾ അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 47.5 അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ കണ്ടല്ലോ, ഈ ഒരു ക്ലോത്ത് ഒന്നായിട്ട് ആ ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഇതുപോലെ മടക്കി 4 ഫോൾഡറാക്കി മടക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ മടക്കുമ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തിയത് 15 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മടക്കാൻ. എന്നിട്ട് ഇതുപോലെ മടക്കി നമുക്കൊരു വീഴാതെ കത്രയൊക്കെ കനം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു 7.5 മീറ്ററിൽ നിന്ന് ആദ്യം ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ 15 ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത്ത് നോക്കിയതിന് ശേഷം അവിടെ അടയാളപ്പെടുത്തുക, 47.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഭാഗം നമുക്ക് ഇതുപോലെ പിടിച്ച് ഫോൾഡറാക്കി 4 ഫോൾഡറാക്കി മടക്കി വെക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം ഇതുപോലെ പിടിച്ച് ഇതുപോലെ ആ കത്രികയൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ആ ഒരു ഭാഗം താഴേക്ക് തള്ളി ഇതുപോലെ നിവർത്തി വെക്കുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി വെക്കുക. അപ്പോൾ 4 ഫോൾഡറായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ കണ്ടല്ലോ, 4 ഫോൾഡറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മുകളിൽ നിന്നും താഴേക്ക് നമ്മുടെ ലെങ്ത്ത് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക. അപ്പോൾ ഇളകി പോകാതിരിക്കാൻ പിഞ്ച് ചെയ്ത് വെക്കണേ. ഇതുപോലെ ചാടി പോകുന്ന ശീലമായതുകൊണ്ട് പിഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ ലൈനിങ് നമുക്ക് ഇത്രയും ഇറക്കം കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ വിഡ്ത്ത് തന്നെ ഇറക്കാക്കി എടുക്കാം. ഇവിടെ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ അതേ വീതിക്ക് തന്നെ ലൈനിങ് 4 ഫോൾഡറാക്കി എടുക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്യാം. കണ്ടല്ലോ, 2 ഫോൾഡറാക്കി മടക്കി. ഇനി ഒന്നും കൂടെ മടക്കുക. അപ്പോൾ 4 ഫോൾഡറായി കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ഒരു ബാലൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്രൈപ്പ് ലൈനിങ് ആയതുകൊണ്ട് എഡ്ജ് ഭാഗം ഒന്ന് ചെറിയ കട്ട് കൊടുത്തിട്ടൊന്ന് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഞാൻ എഡ്ജ് ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് 4 ഫോൾഡറാക്കി ഈ ഒരു ടോപ്പിൻ്റെ മുകളിൽ വെച്ച് ലൈനിങ്ങിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ എത്രയോ തവണ ഈ ചുരിദാർ കട്ടിങ് വീഡിയോ ഒക്കെ എത്രയോ തവണ വിട്ടതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ലൈനിങ് ഇവിടെ ആ ഒരു മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചു. കണ്ടല്ലോ, ഇതുപോലെ വെച്ചു. 4 ഫോൾഡറായിട്ടാണ് വെച്ചത്. ഇനി ഇതിൻ്റെ മുകളിലും പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കട്ടിങ് നല്ല കറക്റ്റായിട്ട് കിട്ടിയാലാണ് സ്റ്റിച്ചിങ്ങും നല്ല അടിപൊളിയായി വരുള്ളൂ കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കട്ടിങ് നന്നാണ്. അപ്പോൾ നമുക്ക് ഇനി ഷോൾഡർ അടയാളപ്പെടുത്താം, ആം ഹോൾ അടയാളപ്പെടുത്താം, അതുപോലെ ചെസ്റ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും ഞാൻ പറയണില്ല.
അതുപോലെ വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെയുള്ള വിഡ്ത്ത് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഹിപ്പ് അളവ് അടയാളപ്പെടുത്താം. ഹിപ്പിൻ്റെ ലെങ്ത്ത്, അപ്പോൾ ഹിപ്പ് ലെങ്ത്ത് 20 നമ്മൾ സാധാരണ എടുക്കൽ. അപ്പോൾ 24 അവർക്ക് സ്ലിറ്റ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ താഴേക്ക് കുറച്ച് ഇറക്കിയാണ് സ്ലിറ്റ് കൊടുക്കുന്നത്. ഇനി അതൊക്കെ അടയാളപ്പെടുത്തി വരച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ വിടുന്നത് ബിഗിനേഴ്സിനൊക്കെ ഇതുപോലെയുള്ള ക്ലോത്തൊക്കെ കിട്ടിയാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള സാരിയൊക്കെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യട്ടോ. ടോപ്പും ഫാൻ്റൊക്കെ ഇതിൽ നിന്ന് ലൈനിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതേപോലെ ലേസൊക്കെ കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ കുറഞ്ഞ റേറ്റിന് നമ്മൾ ക്ലോത്ത് എടുത്താൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. അല്ലെങ്കിൽ നമ്മൾ കുറഞ്ഞ റേറ്റിന് നമ്മൾ ക്ലോത്ത് എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, കടയിൽ നിന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല റേറ്റാണ്. സ്റ്റിച്ചിങ്ങിന് നല്ല റേറ്റ് ആവും. അപ്പോൾ അതിലേക്കാട്ടും നല്ല ഇതുപോലെയൊക്കെ സ്വന്തമായിട്ട് ചെയ്താൽ അതല്ല നല്ലത്. കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും ചെയ്യും. നല്ല മോഡലാക്കി ലേസ് അല്ലെങ്കിൽ വർക്കുകളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പം റെഡിമെയ്ഡൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സംഖ്യ കൊടുക്കണ്ടേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. ചുരിദാർ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ വളരെ വിശദമായിട്ട് വിട്ട വീഡിയോസ് വേറെ ഉണ്ട്. അതൊക്കെ പോയി കാണുക. എന്നിട്ട് അതുപോലെയൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ടോപ്പ് കട്ടിങ് കഴിഞ്ഞു. ഇനി സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഭാഗമൊക്കെ നമുക്കിന്ന് മാറ്റാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്ലീവ് 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം ലൈനിങ്ങും ഇപ്പം നമ്മൾ ടോപ്പ് ചെയ്തതുപോലെ തന്നെ സാധാരണ മടക്കുന്നത് പോലെ തന്നെ 4 ഫോൾഡറാക്കി മടക്കി ലൈനിങ്ങും അതിൻ്റെ മുകളിൽ 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം സ്ലീവൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. അപ്പോൾ ചുരിദാർ കട്ടിങ് വീഡിയോ ഒക്കെ എത്ര തവണ വിട്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കിട്ടോ. എന്നല്ലേ ഒരു രസമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തൊക്കെ 4 ഫോൾഡറാക്കി മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഈ സ്റ്റിച്ചിങ് വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളവർ മാത്രമാണല്ലോ ഇങ്ങനത്തെ വീഡിയോ കാണുള്ളൂ. നോക്കട്ടെ, ഇനി വേറെയും വീഡിയോ ഒക്കെ വിടണം എന്നുണ്ട്. ചാനൽ വേറെ തുടങ്ങാമെന്നൊക്കെ ഉണ്ട്. അപ്പം വേറെ ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ടല്ലോ, സ്ലീവ് നമുക്ക് ഇതുപോലെ 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആം ഹോൾ എത്രയാണോ അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് വീണ്ടും 1.5 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. അതുപോലെ ആം ഹോൾ കർവ് നമ്മൾ 2.25 അടയാളപ്പെടുത്തിയത്. അതുപോലെ മസിലിൻ്റെ അവിടെയൊക്കെ നമുക്ക് നമ്മൾ സ്ലീവിൽ അളന്ന് നോക്കിയിട്ട് അളവിനനുസരിച്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചുരിദാർ കട്ടിങ് ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്ന് ചുരിദാർ കട്ട് ചെയ്യാൻ അറിയില്ല എന്ന് ആരും പറയരുത് കേട്ടോ. അപ്പോൾ ഏതൊരു ക്ലോത്ത് കിട്ടിയാലും ഇതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ സാരിയൊക്കെ ഓൾഡ് സാരിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി വരുന്നത് നമുക്ക് ഫാൻറ്റ് കട്ട് ചെയ്യാനുണ്ട്. അതുപോലെ ഷോൾ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഫാൻറ്റാണ് നമുക്ക് ഇനി അടുത്തതായി കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്കി വരുന്ന പീസ് നമ്മൾ ആ സൈഡിലുള്ള ബാലൻസ് വന്നിട്ടുള്ള പീസൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ആ ഫാൻറ്റ് കട്ട് ചെയ്യാനാണ് ഇനി പോകുന്നത്. നല്ല ഈ ഒരു ഭാഗത്തുള്ള പീസ് നമ്മൾ ടോപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡിൽ വന്ന ബാലൻസ് പീസാണ്, അത് മാറ്റാം. ഇങ്ങനത്തെയൊക്കെ പീസ് കുറേയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനിപ്പം ടൈമില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുമ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ വീട്ടിലും കുറേ പണികളൊക്കെ ഉള്ളല്ലേ. അപ്പോൾ അതൊക്കെ വേണ്ട തീർക്കുക. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒഴിവുള്ള നേരമാണ് ഇതിന് വേണ്ടി കണ്ടെത്തൽ. അപ്പോൾ ഇനി ലൈനിങ് വെച്ചിട്ടുള്ള ഫാൻറ്റാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഫാൻറ്റൊക്കെ കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം മെയിൻ ക്ലോത്ത് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ 4 ഫോൾഡറാക്കി മടക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഹിപ്പ് എടുത്ത് എത്രയാണോ
അതിലേക്ക് 3 ഇഞ്ചൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ ലൈനിങ് വെക്കുക 4 ഫോൾഡറാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്താണ് കേട്ടോ ലെങ്ത്തൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 39 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് ഫാൻറ്റിന്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് 44 ഇഞ്ച് വിഡ്ത്തുണ്ട്. ഈ ലൈനിങ് വെച്ചിട്ടുള്ള ഫാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പേക്ക് വിടുന്നുണ്ട് കേട്ടോ. ഫാൻറ്റിൻ്റെ ലെങ്ത്ത് 39ആണ്. അതിലേക്ക് 44 ഇഞ്ച് നമുക്ക് വിഡ്ത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് നമുക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു അരവണ്ണവും താഴെ മടക്കി എടുക്കാനുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ലെങ്ത്ത് വേണം. അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് 4 ഫോൾഡറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മെയിൻ ക്ലോത്തിൻ്റെക്കാട്ടിലും 2 ഇഞ്ച് കയറ്റി വേണം ഈ ഒരു ലൈനിങ് വെക്കാൻ. അപ്പോൾ ലൈനിങ് അത്ര തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പ് വെടുത്തും ഒക്കെ അടയാളപ്പെടുത്താം. അപ്പോൾ സാധാ ഫാൻറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് എത്രയാണ് വെടുത്തും ലെങ്ത്തൊക്കെ വേണ്ടത് അതിനനുസരിച്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. അപ്പം ഈ ഒരു ഫാനിൻ്റെ വിഡ്ത്ത് ഹിപ്പ് വിഡ്ത്ത് 14.5 അടയാളപ്പെടുത്തി. അതുപോലെ റിഗാള് 18 അടയാളപ്പെടുത്തി. ഈ ഭാഗത്തായിട്ട് 15 അല്ലെ 13.5 അടയാളപ്പെടുത്തുക. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് 10.5 അടയാളപ്പെടുത്തുക. താഴെ 8.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ റിഗാളൊക്കെ നമുക്ക് 16 കിട്ടും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു അരവണ്ണം അലാസ്റ്റിക്കൊക്കെ ഇടാനുള്ളല്ലേ. ഇനി നമുക്ക് ഈ ഒരു ലൈനിലൂടെ കട്ട് ചെയ്യാം. അപ്പോൾ എത്ര സിമ്പിളാണ് ഈ ഒരു കട്ടിങ്ങൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണേ. ഇനി നമുക്ക് അടുത്തായിട്ട് ഷോള് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഷോള് നമുക്ക് 2.25 മീറ്റർ മതി കേട്ടോ. അപ്പോൾ 2.25 മീറ്റർ എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. കണ്ണിൽ ഏറ്റവും തലക്കിൽ നിന്ന് ഇതുപോലെ ടേപ്പ് പിടിച്ച് നമ്മുടെ ആ സെൻറ്റിമീറ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മീറ്റർ 100 എത്തിയാൽ 1 മീറ്ററായി. ഇനി അവിടെ നിന്ന് വീണ്ടും ഒന്നിങ്ങനെ തന്നെ പിടിക്കുക. സെൻറ്റിമീറ്റർ നോക്കുക. അപ്പം 100 ആയാലും അപ്പോൾ 2 മീറ്ററായി. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ 2 മീറ്റർ. ഇനി 30 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ ഇത്ര മതി നമുക്കൊരു ഷോളിനുള്ളത് കേട്ടോ. നോർമലായിട്ടുള്ള നല്ല ഒരു വലിപ്പം ഇതൊക്കെ ഉള്ള ഷോളാണ്. ബാക്കി വരുന്നത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്ത് 7 മീറ്ററാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് മാത്രമാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നത്. കണ്ടല്ലോ. അപ്പോൾ 7 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റ് തന്നെ ഉണ്ടാക്കാം. ഡബിൾ എക്സൽ ചുരിദാർ സെറ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കണ്ടല്ലോ. ഇനി നമ്മൾ ഷാളിൻ്റെ വിഡ്ത്ത് ഇത്രയും വേണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു 35 അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അഡ്ജസ്റ്റ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഷോള് നമുക്ക് അധികം വീതിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഷോളൊക്കെ റെഡിയായി. ഇനി ഈ ഷോളുമ്മേൽ നമ്മൾ ഈ ലേസ് വെക്കാനുണ്ട്. അതുപോലെ സ്ലീവിലും ടോപ്പിൻ്റെ പ്ലെയറിലൊക്കെ വെക്കാനുണ്ട്. അതുപോലെ നെക്കിൻ്റെ താഴെയായിട്ട് ബാക്കി വരുന്ന പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. കടല. അപ്പോൾ നമ്മുടെ ഈ ഒരു ചുരിദാർ സെറ്റ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്ലീവിലും അതുപോലെ നെക്കിൻ്റെ താഴെയൊക്കെ നമ്മൾ ഈ ഒരു ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഉപ്സൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ലേസിൻ്റെ മുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചുരിദാർ സെറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അധികം റേറ്റൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ ലേസിന് കുറച്ച് റേറ്റ് ഉണ്ട്. പക്ഷേ ചുരിദാറിൻ്റെ ആ ഒരു മീറ്ററിന് നമുക്ക് 70 ഉറുപ്പിൻ്റെ അടുത്തൊക്കെ ഇട്ട് വന്നത്. നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി അടുത്തു തന്നെ വരും. ഓക്കെ. ബൈ ബൈ.